നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. ഒരു വിചിത്ര കാഴ്ച കാണിച്ചു തരാം. നെറ്റിയിലോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ആളെ മനസ്സിലായോ എന്നൊന്ന് സ്വയം കണ്ടുപിടിക്കൂ. മനസ്സിലായോ? മേമനയില്ലത്തെ ശിവൻകുട്ടി നമ്പൂതിരിപ്പാടാണ്. സീസണലായിട്ട് കിട്ടുന്ന ഒരു പദവി മാത്രമാണ് കേട്ടോ ഈ പേര്. അതായത് നമ്മൾ ഹിന്ദുക്കൾക്ക് ഈ ജാതകമൊക്കെ നോക്കുമ്പോൾ കുറേ ജ്യോതിഷന്മാർ പറഞ്ഞു തരാറില്ലേ, ഛിദ്രകാലമാണ്, ദശാസന്ധി കാലമാണ് എന്നൊക്കെ. അപ്പോൾ നമുക്ക് ചില വഴിപാടുകളൊക്കെ അവർ നിർദ്ദേശിക്കാറുണ്ട്. ഒരു മഹാദശയുടെ അവസാന ഭാഗവും പുതിയ ഒരു മഹാദശയുടെ തുടക്കവും ചേർന്നുണ്ടാകുന്ന ഒരു കാലത്തിനെയാണ് ഛിദ്രകാലം അഥവാ ദശാസന്ധി കാലം എന്ന് പറയുന്നത്. പൂർവ്വദശയുടെ തമോ ഗുണവും വരാൻ പോകുന്ന പുതിയ ദശയുടെ രജോ ഗുണവും സമ്മേളിക്കുന്ന ഒരു അസ്ഥിരമായിട്ടുള്ള കാലഘട്ടമാണ് ഈ ഛിദ്രദശ അഥവാ ദശാസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചില വഴിപാടുകളൊക്കെ ദശാനാഥന്മാരെ സന്തോഷിപ്പിക്കാനും അവരുടെ അനുഗ്രഹം തേടാനും ഒക്കെ നടത്താറുണ്ട്. പൂർവ്വദശയുടെ നാഥനെയും അതുപോലെ തന്നെ വരാൻ പോകുന്ന ദശയുടെ നാഥനെയും ഒക്കെ വന്ദിക്കാറുണ്ട്. അതുപോലെ കമ്മികൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേക സന്ധി സമയമാണ് തിരഞ്ഞെടുപ്പ് ദശാകാലം അഥവാ ഛിദ്രദശ. അപ്പോൾ അവർ പ്രത്യേക ചില വഴിപാടുകളൊക്കെ നടത്താറുണ്ട്. അതായത് പൂർവ്വ അധികാര സമയത്ത് ഇരുന്നപ്പോൾ നിന്ദിച്ച ഹിന്ദു വോട്ടർമാരെ സന്തോഷിപ്പിക്കാനും ഇനി വരാൻ പോകുന്ന അധികാര സമയത്ത് നിന്ദിക്കാനുള്ള ഹിന്ദു വോട്ടർമാരെ കയ്യിലെടുത്ത് വെക്കാനും ഒക്കെ നടത്തുന്ന ഒരു പ്രത്യേക വഴിപാടാണ് നെറ്റിയിൽ കുറച്ച് നാളത്തേക്ക് ചന്ദനക്കുറി തൊടുക, ചിലപ്പോൾ കയ്യിൽ കാവി ചരട് കെട്ടുക എന്നൊക്കെയുള്ള വഴിപാടുകൾ. ഇതൊക്കെ ദശാനാഥന്മാരെ പറ്റിക്കുന്നത് പോലെ ഈ ഓരോ ദശയിലും അധികാരത്തിലെത്തിച്ചവരെ പറ്റിക്കുന്ന വഴിപാടുകളാണ്.